ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഈ പച്ച ഏത്തയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും കഴിക്കുന്ന ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ എന്നാ ടേസ്റ്റ് എന്നറിയാമോ ഈ പച്ച ഏത്തയ്ക്ക. നിങ്ങളിത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇത് നീളത്തിലൊന്ന് അരിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ച് ഇതൊരു 10 മിനിറ്റ് നമുക്കത് മാറ്റി വെക്കാവേ. അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അടുത്തായിട്ടൊരു പാൻ എടുത്തിട്ട് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തതും അതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലീസും ഇട്ടൊന്ന് സോട്ടേ ചെയ്യണേ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച ഏത്തയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നു. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണേ. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും കുറച്ച് കറി ലീഫും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ടേ ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാവേ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് കുക്കായി വരും. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ പച്ച ഏത്തയ്ക്ക കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുക്കാക്കിയത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസം വേണമെങ്കിലും കീപ്പ് ചെയ്യാം. ഇനി ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് നമ്മൾ ലഞ്ചിനൊക്കെ കഴിക്കുന്നതിന് ഒരു 5 മിനിറ്റ്സ് ബിഫോർ ഇത്തിരി ഓയിൽ ആഡ് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സ്നേഹത്തോടെ സ്നേഹിക്കുന്നവർക്ക്.